നമ്മുടെ സോയാബീൻസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മറ്റെന്ത് വിഭവത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോയാബീൻസ് ഉപയോഗിച്ചുള്ള ഒരു കറിയാണ്. അതിന് ഞാൻ കുറച്ച് സോയാബീൻസ് എടുത്തിട്ടുണ്ട്. ഈ സോയാബീൻസ് കുറച്ചെടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് അതൊന്ന് ഊറ്റി പിഴിഞ്ഞെടുക്കണം നന്നായിട്ട്. നമുക്കത് ആദ്യം ചെയ്യാം. സോയാബീൻസ് ഞാൻ പുഴുങ്ങി കഴുകി അത് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി, ഒരു വലിയ സവാള അരിഞ്ഞെടുത്താണ്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊരു വലിയ സവാളയും വേപ്പിലയാണ്. ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇറച്ചി മസാല എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ എരിവ് ചേർക്കുക. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളിയും സവാളയും കൂടി നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വരട്ടി എടുക്കണം. നല്ലപോലെ തീ കൂട്ടി വെച്ച് നമുക്ക് വറ്റിച്ച് വരട്ടിയെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സോയാബീൻസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മറ്റെന്ത് വിഭവത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.